നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഭരണം പിടിച്ചതിന് പിന്നാലെ മുൻ സർക്കാരിന്റെ പല നയങ്ങളും തിരുത്തിക്കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിജയുടെ വമ്പൻ പ്രഖ്യാപനം. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ വരുമാനം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്ന പ്രഖ്യാപനമാണ് വിജയ് സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് മുൻ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന 246 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് സർക്കാർ റദ്ദാക്കിയത്. ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും മാത്രം ഫണ്ട് വിനിയോഗിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ക്ഷേത്രങ്ങളിലെ പണം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മാത്രമായി മാറ്റിവെക്കാനാണ് പുതിയ തമിഴ്നാട് സർക്കാരിന്റെ വിപ്ലവകരമായ തീരുമാനം. ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പിന് കീഴിൽ വരാനിരിക്കുന്ന 46 വമ്പൻ പദ്ധതികളാണ് ഇതോടെ വിജയ് സർക്കാർ റദ്ദാക്കിയത്. മുൻ സർക്കാരിന്റെ കാലത്ത് അനുമതി നൽകിയ പദ്ധതികൾ ഇവയായിരുന്നു. 115.77 കോടിയുടെ കല്യാണ മണ്ഡപങ്ങളാണ്. ക്ഷേത്ര ഫണ്ട് വകമാറ്റി നിർമ്മിക്കാനിരുന്ന 29 ആഡംബര വിവാഹ മണ്ഡപങ്ങൾ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുന്നു. മറ്റൊന്ന് 130.08 കോടിയുടെ ഷോപ്പിംഗ് മാളുകളാണ്. ഭക്തരുടെ പണം ഉപയോഗിച്ച് പണിയാൻ ഉദ്ദേശിച്ച 17 വലിയ വാണിജ്യ സമുച്ചയങ്ങളുടെ പ്രൊജക്റ്റും വിജയ് സർക്കാർ റദ്ദാക്കിയിരിക്കുന്നു. ഭരണമാറ്റമുണ്ടായെങ്കിലും ഈ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിരുന്നില്ല. പല പദ്ധതികളും നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവയാണെന്നും അവ പൂർത്തിയാക്കുന്നത് ഭാവിയിൽ ക്ഷേത്രങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും കോടികളുടെ നഷ്ടവും വരുത്തിവെക്കുമെന്നാണ് വിജയ് സർക്കാർ നടത്തിയ ആഭ്യന്തര വിലയിരുത്തൽ. വാണിജ്യ താൽപര്യങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ച് ക്ഷേത്രങ്ങളുടെ പൈതൃകം സംരക്ഷിക്കാനാണ് തങ്ങളുടെ മുൻഗണനയെന്ന് സർക്കാർ വ്യക്തമാക്കി. ക്ഷേത്രങ്ങളിൽ ഭക്തർ കാണിക്കയായും വഴിപാടായും നൽകുന്ന പണം ഉപയോഗിച്ച് വിവാഹ മണ്ഡപങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ച് ഭരണം നടത്തുന്ന രീതി ദീർഘകാലമായി തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന പതിവാണ്. എന്നാൽ ക്ഷേത്ര ഫണ്ടുകൾ വകമാറ്റുന്നത് വലിയ കൊള്ളയാണെന്നും ഈ പണം ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ വർഷങ്ങളായി വലിയ പോരാട്ടത്തിലായിരുന്നു. ഈ ആവശ്യത്തിനാണ് ഇപ്പോൾ വിജയ് സർക്കാർ പൂർണ്ണമായ പിന്തുണയുമായി ഒപ്പം നിൽക്കുന്നത്. വിജയുടെ ഈ തകർപ്പൻ തീരുമാനത്തിനെതിരെ DMK അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ കടുത്ത അമർഷവുമായി രംഗത്തെത്തി. വിവാഹ മണ്ഡപങ്ങളും വാണിജ്യ സമുച്ചയങ്ങളും നിർമ്മിക്കുന്നത് വഴി ക്ഷേത്രങ്ങൾക്ക് ഭാവിയിൽ സ്ഥിരമായ വരുമാനം ലഭിക്കുമെന്നും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ കല്യാണം നടത്താൻ ഇത് ഉപകരിക്കുമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ തുടുന്യായം. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ വിജയ് സർക്കാർ ക്ഷേത്ര സ്വത്തുക്കൾ മതപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കർശന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഭക്തർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന പുതിയ ക്ഷേത്ര വികസന പദ്ധതികൾ സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പുതിയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഭക്തരുടെ പണം ഉപയോഗിച്ച് നിർമ്മിക്കാൻ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ വിജയ് സർക്കാർ റദ്ദാക്കിയിരിക്കുന്നു. കല്യാണ മണ്ഡപങ്ങളും ഷോപ്പിംഗ് മാളുകളുമൊക്കെ ഉണ്ടാക്കാനുള്ള പദ്ധതികളുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് ക്ഷേത്ര ഫണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ജനങ്ങൾ ഭക്തർ ഇടുന്ന കാണിക്കയിൽ നിന്നും വകമാറ്റി ചെലവഴിക്കാൻ മുൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഈ പദ്ധതികളാണ് ഇപ്പോൾ വിജയ് സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്.